ഹലോ, എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം റമദാൻ മാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ തുറന്നാലും ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാലും ഒരു ഇസ്ലാമിക് സംബന്ധമായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അതും അവരുടെ മതത്തിന് പുറത്തുള്ള ആൾക്കാരുമായിട്ടല്ല, അവരുടെ മതത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാരുമായിട്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഒരു ഹിന്ദു മുസ്ലിം ലവ് മാരേജ് ഇപ്പൊ രണ്ടെണ്ണെങ്ങാനും കഴിഞ്ഞു. പോരാത്തിന് ഈ ഷമി എന്ന് പറയുന്ന ഒരാള് നോമ്പിന്റെ സമയത്ത് വെള്ളം കുടിച്ചത്, പോരാത്തിന് ഇപ്പം ഷമീന്റെ അതേ മകളുടെ ഒരു കേസ് കേട്ട് തന്നെയാണ് ഇപ്പൊ വീണ്ടും ഒരു വിമർശനമായിട്ട് വന്നിട്ടുള്ളത്. അത് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ന്യൂസ് ഷമിയുടെ മകൾക്ക് നേരെയാണ് ഒരു വിമർശനം വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ആ വിമർശനം എന്താണ് എന്നൊന്ന് വ്യക്തമായിട്ട് കാണാം, ശേഷം കാര്യങ്ങൾ സംസാരിക്കാം. അതിൻ്റെ ഒരു ഹെഡിങ് തലക്കെട്ട് ഇങ്ങനെയാണ്: ഷമിയുടെ മകൾക്ക് എന്തു പറ്റി? മുസ്ലിം അല്ലേ? ഹോളി ആഘോഷത്തിന് വ്യാപക സൈബർ ആക്രമണം. നമുക്ക് അതെന്താ സംഭവം എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഹോളി ആഘോഷിച്ച ചിത്രം പങ്കുവച്ചതിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ മകൾ ഐരയ്ക്ക് നേരെ സൈബർ ആക്രമണം. റംസാൻ മാസത്തിൽ ഹോളി ആഘോഷിച്ചു എന്നതിനെയാണ് പലരും കമന്റ് ബോക്സിൽ വിമർശിക്കുന്നത്. ഷമിയുടെ മുൻ ഭാര്യ ഹസിൻ ജഹാൻ പങ്കുവച്ച ചിത്രത്തിലാണ് കമന്റുകൾ. നിങ്ങൾ മുസ്ലിം ആണോ അല്ലയോ എന്നാണ് ഒരു കമന്റ്. ഷമി ബായിയുടെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നും കമന്റിലൂടെ ചോദിക്കുന്നുണ്ട്. ഇത് റമദാൻ മാസമാണ്, നിങ്ങളെ ഓർത്ത് നാണം തോന്നുന്നു എന്നാണ് ഒരു കമന്റ്. ഇത്തരം വിദ്യാഭ്യാസമാണോ നിങ്ങൾ മകൾക്ക് നൽകുന്നത് എന്നും കമന്റുണ്ട്. റംസാൻ മാസത്തിൽ പോലും നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് ഹസിൻ ജഹാന് എതിരെയുള്ള വിമർശനം. സംഭവം വാർത്തയായതോടെ പലരും പിന്തുണയുമായും കമന്റ് ബോക്സിലുണ്ട്. കുട്ടിക്ക് ഹോളി ആശംസകൾ അറിയിക്കുകയാണ് സൈബർ ലോകം. ഹോളി ആശംസകൾ. സമൂഹത്തിൽ മനുഷ്യരായിരിക്കുക, ഇതാണ് ലോകം, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട എന്നാണ് പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ. ആ ഒരു ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടി ഫുള്ള് കളർഫുൾ ആയിട്ട് നിൽക്കുന്നത് കൊള്ളാം. എന്തായാലും കൊള്ളാം. നേരത്തെ റംസാൻ മാസത്തിൽ നോമ്പെടുക്കാത്തതിന് മുഹമ്മദ് ഷമിക്കെതിരെ വിമർശനമുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ ഇന്ത്യൻ ഓസ്ട്രേലിയൻ മത്സരത്തിനിടെ ഷമി എനർജി ഡ്രിങ്ക് കുടിക്കുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു വിമർശനം. അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസി ഉൾപ്പെടെയുള്ള മതപണ്ഡിതർ ഷമിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. എന്തിന്റെ ആവശ്യമാണ് നോക്കണേ അല്ലേ? അപ്പൊ ഇതാണ് ന്യൂസ്. ഷമിയുടെ മകൾ ഹോളി ആഘോഷിച്ചതാണ് വലിയ പ്രശ്നം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എത്ര ആൾക്കാർ റംസാൻ ദിവസത്തിൽ സ്വന്തം വീടുകളിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് ആഘോഷിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഫെസ്റ്റിവൽ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പുറമേ നിന്ന് നോക്കിക്കണ്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു ആഘോഷത്തിൽ അത് പങ്കാളികളായിക്കൂടാ? ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ അതിന് ഭയങ്കര വിമർശനമുണ്ട് എന്ന് അറിയാം. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്കൂൾ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ കരുതുക, അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന കുട്ടികൾ, അവരുടെ പ്രായം എന്ന് പറയുന്നത് അതാണ്. ചിലപ്പം ക്രിസ്മസിന് കേക്ക് മുറിക്കുമ്പോൾ ഒരു കഷ്ണം കേക്ക് കഴിച്ചെന്ന് വരാം, ഓണത്തിന് പൂക്കളം ഇടുമ്പോൾ കൂടെ ഇരുന്ന് പൂക്കളം ഇട്ടെന്ന് വരാം, വിഷുവിന് പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു കമ്പിത്തിരി പിടിച്ചെന്ന് വരാം. അതിൻ്റെ കൂടെ ഹോളി എന്ന് പറയുന്നത് ഒരു ചായമല്ലേ? അതിലും ഇങ്ങനെ വിമർശനങ്ങൾ അറിയിക്കേണ്ട ആവശ്യം എന്താണ്? മതപരമായി ജീവിക്കുന്ന സമയത്ത് മാത്രമേ അവർ മുസ്ലിംസ് ആവുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ പറയുന്നതല്ല, ഇത് നിങ്ങളുടെ വിഭാഗം ആൾക്കാർ തന്നെ പറയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ ഹോളി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരായി അവരുടെ പാടായി എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോരെ? വെറുതെ കമന്റ് ബോക്സിൽ ഇങ്ങനത്തെ വിമർശനങ്ങളായിട്ട്. അതൊരു ചെറിയ കുട്ടിയല്ലേ, അതിനെ കണ്ടാൽ തന്നെ അറിയാം എന്തൊരു ക്യൂട്ടാണ്, ചബ്ബി ചബ്ബി ഗേൾ, പാവം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അങ്ങോട്ട് കയറി മെഴുകാതിരിക്കുക, സൈബർ ആക്രമണങ്ങൾ നടത്താതിരിക്കുക. കുട്ടികളെ പാട്ടിന് വിടും, അവർ പറന്ന് നടക്കട്ടെ. പ്രായം അതാണ്. നിങ്ങളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് മറ്റുള്ളവരെ പറ്റി തെറ്റായ ഒരു ധാരണ ഉണ്ടാക്കലാണ്. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു മതേതരത്വ രാജ്യമാണ്. ഇവിടെ എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെയാണ്. ഇതിന് ഇത്രമാത്രം ഒരു ആഗോള വിഷയമാക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് ആഗോള വിഷയമാക്കാൻ പറ്റിയ എന്തോരം കാര്യങ്ങളുണ്ട്. അഫാന്റെ ന്യൂസ് അല്ലേ? അതും മദ്രസയിലൊക്കെ പഠിച്ചു വളർന്നു വന്നൊരു മുസ്ലിം യുവാവ് തന്നെയല്ലേ? മതം പഠിച്ച് സ്വന്തം വീട്ടിലെ ആളുകളെ എങ്ങനെയാണ് ഒരാൾ കൊല്ലുന്നത്? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിസ്സാരമായി കണ്ട് ഒഴിവാക്കി വിടുക. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളില്ലേ? നിങ്ങളൊരു വിശ്വാസിയാണോ? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ജീവിക്കാം. മറ്റൊരാൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ അവരെ വിശ്വസിപ്പിക്കാൻ നടക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ വേണ്ട. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, എല്ലാം കാണുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറയുന്നില്ലേ? നമ്മളെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തതിൻ്റെ ശിക്ഷ ദൈവം അവർക്ക് നേരിട്ട് കൊടുക്കട്ടെ. നിങ്ങൾ എന്തിനാണ് വെറുതെ നമ്മളെ കോടതിയിലൊക്കെ വക്കീലന്മാരെ പോലെ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒരു മീഡിയേറ്ററായിട്ട് നടക്കുന്നത്? ഞാൻ ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഈ ഒരു ന്യൂസ് ജസ്റ്റ് ഒന്ന് ചെറിയൊരു രീതിയിൽ പങ്കുവച്ചു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനൊക്കെ ഹോളി ആഘോഷിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ
ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളൊക്കെ 10ാം ക്ലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവരും ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ഒരു രസമായിരുന്നു. ക്രിസ്മസിന് ഒരുമിച്ച് കേക്ക് മുറിക്കുക, ക്രിസ്മസ് ഫ്രണ്ട് കൈമാറുക, ഓണത്തിന് ഒരുമിച്ച് പൂക്കളം ഇടുക, അതൊക്കെ ഒരു തരം രസമായിരുന്നു. അപ്പോൾ മലയാളികളുടെ കമൻറ്റും ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഷെമി വെള്ളം കുടിച്ചൊരു കേസായിട്ട്. അയാളൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. അത്രയും വലിയ വെയിലത്ത് നിന്നിട്ട് കളിക്കുന്ന സമയത്ത് ദേഹത്ത് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ, ശാരീരിക ആരോഗ്യ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അവർ കളിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയല്ലേ. അതിലും പോയി നോമ്പ് മാസമല്ലേ, നോമ്പെടുത്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? നിങ്ങൾ മറ്റുള്ള മതസ്ഥരെ ഒന്ന് നോക്ക്. ഇപ്പം ക്രിസ്ത്യാനികൾക്ക് നോമ്പ് മാസമാണ്. അവർ നിങ്ങൾ നോമ്പെടുത്തില്ല എന്ന് പറഞ്ഞ് മറ്റു ക്രിസ്ത്യാനികളെ നെഞ്ചത്തോട് കയറുന്നുണ്ടോ? ഹിന്ദുക്കൾ മണ്ഡലകാലത്ത് എല്ലാവരും മലയ്ക്ക് പോകാൻ മാല ഇടാറില്ല, ചിലരൊക്കെ ഇടാറുള്ളൂ എന്ന് കരുതി എല്ലാവരെയും മാല ഇടിക്കാൻ നടക്കാറുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നോക്കിക്കണ്ട് സ്വന്തം വില കളയാതിരിക്കുക. വേറെ ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.